പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 200 രൂപ താഴെ മാത്രമാണ്. 195 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഓയിൽ ഡിസ്പെൻസർ, നമ്മൾക്ക് ഓയിൽ എടുക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ബോട്ടിലാണിത്. ഇതിൽ നമുക്ക് ഇവർ പറയുന്ന പോലെ സ്പ്രേ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് നോർമലായിട്ട് ഒഴിച്ചെടുക്കേണ്ടവർക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ്. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കവർ. ഞാൻ വന്ന ഉടനെ ഇത് വെള്ളം ഒഴിച്ച് നോക്കിയതാണ്. ഇത് നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഇത് ഇവിടെ നോട്ട് ഇങ്ങോട്ട് നീക്കി കഴിയുകയാണെങ്കിൽ, സ്വിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇതിലൂടെ നമുക്ക് ഓയിൽ എടുക്കാൻ പറ്റും. അതെല്ലാം സ്പ്രേ ചെയ്യാനാണെങ്കിൽ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ അളവ് 500 ml ആണ്. അപ്പോഴിത് ലീക്കാകാതിരിക്കാൻ ഇവിടെ സിലിക്കയുടെ ഒരു സീലൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഗ്യാസ്കറ്റും കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഇതിൻ്റെ പൈപ്പുകളും കാര്യങ്ങളൊക്കെ. ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാട് വില കൂടുതലാണ് ഇതിന് കാണിക്കുന്നത്. എല്ലാം ഒരേ സാധനം തന്നെയാണ്, പക്ഷേ ഇത് ലീക്കാവും. ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നോക്കിയായിരുന്നു. കുറച്ച് നല്ല രീതിയിൽ ഷേക്കാകണമെങ്കിൽ ഇതിനകത്തുനിന്ന് കുറച്ച് ലീക്കാവുന്നുണ്ട്. ഇതിൽ വെള്ളം ചാടി വരുന്നുണ്ട്. വേറെ എല്ലാം ഓക്കെയാണ്. ഇങ്ങനെയൊക്കെ ഇത് നല്ല രീതിയിൽ സ്പ്രേ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന് കുറച്ച് വിലക്കുറവുണ്ടോ എന്നൊരു സംശയം. ഇന്ന് സൂക്ഷിച്ച് വേണം എടുക്കാൻ വേണ്ടി. ബാക്കിയെല്ലാം ഓക്കെയാണ്. 200 രൂപയ്ക്ക് സംഭവം ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട് ഇതിനകത്ത്. നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. ഒരു ഡാമേജ് ഒന്നും ആയിട്ടില്ല. ഇതിൻ്റെ ഹൈറ്റ് കണ്ട് ഇത്ര ചെറുതാണ്. 500 ml ആണ്. പിന്നെ ഇവിടെ ഒരു നല്ല രീതിയിൽ പോയിട്ട് സീലായി നിൽക്കാൻ വേണ്ടി ഒരു സിലിക്കോണിൻ്റെ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ? ഇത് അടച്ച് കഴിയുമ്പം നല്ല ടൈറ്റായിട്ട് അവിടെ നിന്നോളും. പിന്നെ എണ്ണയാണെങ്കിൽ ഇതിൽ വരത്തില്ല. എനിക്ക് തോന്നുന്നത് ഈ അസംബ്ലിയുടെ ഉള്ളിൽ കൂടെയാണ് വെള്ളം ഇതിൽ വരുന്നതെന്നാണെന്ന് തോന്നുന്നത്. ഇതിന് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം 200 രൂപയ്ക്ക് ലാഭം തന്നെയാണ്. നമ്മൾ ഇങ്ങനെ മറിഞ്ഞ് വീഴാതെ ഇങ്ങനെ നേരെ വെച്ച് ഉപയോഗിക്കുന്ന സംഭവമാണെങ്കിൽ ലീക്കൊന്നും ആകത്തൊന്നുമില്ല. നല്ല അടിപൊളിയാണ്.